ഹായ് ഡിയേഴ്സ്, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? നല്ല ഒന്നാന്തരം ഉരുളക്കിഴങ്ങ് തീയലാണ്. ഓക്കെ, ഹായ് ഡിയേഴ്സ്, നമുക്കിന്നൊരു പൊട്ടറ്റോ തീയൽ വെച്ചാലോ? അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് തീയൽ. നൊയമ്പൊക്കെ ഇല്ലേ, അപ്പോൾ ഇന്നൊരു വെജിറ്റബിൾ തീയൽ വെക്കാമെന്ന് വിചാരിച്ചു. അതിന് ഞാൻ കൂടുതലും പൊട്ടറ്റോ എടുത്ത് 2 വലിയ പൊട്ടറ്റോ ഞാൻ സ്ക്വയറായിട്ട് അരിഞ്ഞത്, ചെറിയ ഉള്ളിയാണ് എടുത്തത് കേട്ടോ. പിന്നെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്താൽ മതി, ഒരു ചെറിയ വഴുതനങ്ങ ചേർത്തെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ മാത്രം, ഞാൻ കിടന്നുകൊണ്ട് മാത്രം കിട്ടുന്നേ ഉള്ളൂ. പിന്നെ തക്കാളി, അത് മസ്റ്റാണ്. ഒരു തക്കാളി എടുത്ത് 4-5 പച്ചമുളക് എടുത്ത്, പിന്നെ കണ്ടോ ഇത് ജിഞ്ചറാണ്, ഇഞ്ചി. പിന്നെ ഒരു എന്താ പറയുക, നമ്മുടെ വെളുത്തുള്ളി വേണമെങ്കിലും ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ് തികച്ചും. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് വറുത്തരയ്ക്കാൻ. തീയിൽ വെക്കാൻ അറിയാമല്ലോ. പിന്നെ അതിൻ്റെ ഇതിവിടെ കാണിച്ചു തരാം. കൂട്ട് ഞാൻ 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പച്ചമുളക് ഇട്ടുകൊണ്ട് കാശ്മീരിയാണ് എടുത്തത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉലുവയും നമ്മുടെ കടുവും ലാസ്റ്റിലിട്ട് പൊട്ടിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം കണ്ട് ഇത് ഫൈനൽ ഇതിലേക്കായി കണ്ടോ. ഇനി നമുക്ക് എന്താ വെച്ചാൽ അറിയാമോ, നമ്മുടെ ഈ പൊടികളെല്ലാം ഇങ്ങോട്ടിടാം. ഇതിട്ട് ഒന്നുകൂടെ ഞാൻ ഇപ്പം തീ ഓഫ് ചെയ്ത്, ഇതിൻ്റെ ഈ ചൂട് മതി ഇതൊന്ന് ഇതാവാൻ. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, കറക്റ്റ് പരുവമാണ്. ഈ സമയം മറ്റേതൊന്ന് ഇളക്കാൻ മറക്കല്ലേ, ഞാൻ ഇളക്കിയിട്ടായിരുന്നു ഇവിടെ പച്ചക്കറികളൊക്കെ. അപ്പോൾ അടുത്ത അടുപ്പൂടെ കത്തിച്ച് ഞാൻ തേങ്ങ വറക്കാനിട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ ഒഴിക്കാതിരിക്കാം. ഓക്കെ, ഇത് നമുക്ക് നല്ലതുപോലെ ബ്രൗൺ കളറ് ബ്രൗൺ കളറാക്കി എടുക്കാം. ആ സമയം ഞാൻ ഇത് വെച്ചിട്ടുണ്ട്, ഇത് കിടന്ന് വേവട്ടെ. ഓക്കെ, നമ്മുടെ മൺചട്ടിയാണ് എടുത്തത്. ഞാൻ എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കിയാൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം അറിയോ, വേറെ അടുപ്പൂടെ കത്തിച്ച് നമ്മുടെ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ അറിയാലോ, ഒത്തിരി വീഡിയോയ്ക്കകത്ത് ഞാൻ തേങ്ങ വറക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് കാണിക്കുന്നില്ല ഞാൻ. അപ്പോൾ ഇതൊരു വശത്തൂടെ ഇങ്ങനെ നമുക്ക് ഇടയ്ക്ക് നടത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ചട്ടിക്കകത്താകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഓക്കെ, അതൊന്ന് കാണിച്ചു തരാം. നമ്മുടെ തക്കാളിയുടെ ഒക്കെ നീരിറങ്ങി നല്ല വെന്ത് വരുന്നുണ്ട്. ഇനി മറ്റേ ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഞാൻ കുറച്ച് ഒരു നുള്ള് പുളി എടുത്തിട്ടുണ്ട് കേട്ടോ, വേണമെങ്കിൽ മതി, എടുത്തരയ്ക്കും. ഐഡിയസ് അപ്പോൾ നമ്മുടെ ഉണ്ടാവും കഷ്ണങ്ങളെല്ലാം ഒരുവിധമൊക്കെ വെന്ത്, ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നോക്കും എന്തോന്നറിയാം കണ്ടോ, എല്ലാം വെന്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേണമെങ്കിലും ഇടാം. ഞാൻ കുക്കറിൽ ഇട്ടില്ല, കുക്കറിന് വേറൊരു ടേസ്റ്റാണ്. ഓക്കെ, പിന്നെ നമ്മുടെ അരപ്പ് കാണണം, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കണ്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് പെരിഞ്ചീരകം ഇട്ട് അരയ്ക്കാം, അത് വേറെ ഓപ്ഷനാണ്. അതുപോലെ ചെറിയ അല്ലെങ്കിൽ പുളി പിഴിഞ്ഞ് എടുക്കാം. 2 രീതിയിലും വെക്കാം, 2 ടേസ്റ്റാണ്. ഞാൻ കുറച്ച് പുളി എടുത്തിട്ട് പിഴിഞ്ഞ് മസാലയെല്ലാം ചേർത്ത് അരച്ചിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ അരച്ച്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് കിടന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചെടുക്കാം. നല്ല വെന്ത് എന്നാലും ഒന്നുകൂടെ ഒന്ന് ഇതാവട്ടെ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് ഞാൻ ഈ അരപ്പ് ഇതിനകത്തോട്ട് ഒഴിച്ചു കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം. ഈ അരപ്പിൽ കിടന്ന് നല്ല ദൂരം ഒന്നുകൂടെ ഒന്ന് വേവട്ടെ. എന്താ എന്നാലും ഇതിനകത്ത് ഇത് പിടിക്കണ്ടേ. അപ്പം കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം, ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കണം. പിന്നെ ലാസ്റ്റ് നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് തീയൽ ഫൈനൽ ഘട്ടത്തിലേക്ക് വന്നു കണ്ടോ. എല്ലാം എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. നല്ലതുപോലെ എണ്ണ തെളിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അതിന് മുമ്പ് ഒന്ന് കടുക് പൊട്ടിച്ചേക്കാം. ഓക്കെ, ഹൈ ഡിയേഴ്സ്, അപ്പം നമ്മുടെ തീയൽ ഇതാ റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ കടുക് വറുത്തിട്ട് കണ്ടോ, ഇതാണ് അതിൻ്റെ കടുക് വറുത്തിട്ട് നല്ല സൂപ്പർ തീയലാക്കിയുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകിയിട്ടുള്ള തീയലായി. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ്, വാച്ച്, ഷെയർ ആൻഡ് ഹൈപ്പ്. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.